നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആന ഡോക്ടർ എന്ന നോവൽ ഭാഗം പരിചയപ്പെടുകയുണ്ടായി. നമുക്ക് ഇന്ന് അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പാഠത്തിൻ്റെ ആശയം നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. പ്രശസ്ത തമിഴ് സാഹിത്യകാരനായ ബി ജയമോഹൻ്റെ പ്രസിദ്ധമായ നോവലാണ് ആന ഡോക്ടർ. തമിഴ്നാട്ടിലെ പ്രശസ്ത മൃഗഡോക്ടറും വനസംരക്ഷകനുമായിരുന്ന ഡോക്ടർ വി കൃഷ്ണമൂർത്തിയുടെ ജീവിതമാണ് ഈ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളോളം ജനങ്ങളുടെയും കാട്ടാനകളുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഡോക്ടറാണ് ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തി. ഡോക്ടറെ മുഖ്യ കഥാപാത്രമാക്കിയാണ് ആന ഡോക്ടർ എന്ന ഈ ചെറു നോവൽ രചിച്ചിട്ടുള്ളത്. ഈ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മുടെ പാഠം. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് കാലിൽ തറച്ചു കയറി ബുദ്ധിമുട്ടിലായ ഒരു പിടിയാനയെ ഡോക്ടർ കെ വർഷങ്ങൾക്ക് മുൻപ് രക്ഷപ്പെടുത്തിയിരുന്നു. 1.5 കൊല്ലങ്ങൾക്കു ശേഷം കാലിൽ കുപ്പിച്ചില്ലുകൊണ്ട് മുറിവേറ്റ കുട്ടിയാന അമ്മയെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയ ഡോക്ടറുടെ അടുത്തേക്ക് റോഡുകളും ഗ്രാമങ്ങളും മുറിച്ചു കടന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. ഇതാണ് പാഠസന്ദർഭം. തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പാഠഭാഗത്ത് മനസ്സിലാക്കുകയുണ്ടായി. വീടിനു പുറത്തുനിന്ന് ആനയുടെ ശബ്ദം കേട്ടാണ് ഡോക്ടർ കെ ഉണർന്നത്. അദ്ദേഹം സഹായിയോടൊപ്പം പുറത്തിറങ്ങി ശബ്ദം കേട്ട ദിക്കിലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് ഒരു കുട്ടിയാനയെ കണ്ടത്. അതിന്റെ കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ മനസ്സിലാക്കി. മാത്രമല്ല അതിന്റെ മുഖം ഡോക്ടർ തിരിച്ചറിഞ്ഞു. മുമ്പ് മുതുമലയിൽ വെച്ച് ഡോക്ടർ ചികിത്സിച്ചു സുഖപ്പെടുത്തിയ പിടിയാനയുടെ കുട്ടിയാണ് ഇപ്പോൾ മുറിവ് പറ്റിയ അവശനിലയിലായി ഡോക്ടറുടെ അടുത്ത് ആശ്വാസം തേടി എത്തിയിരിക്കുന്നത്. ഡോക്ടർ വളരെ സ്നേഹത്തോടും അനുകമ്പയോടെയും ആ ആനക്കുട്ടിയെ പരിചരിച്ചു. അതിന്റെ കാലിൽ തറച്ചു കയറിയിരുന്ന കുപ്പിച്ചില്ല് ഒരു ഫോർസെപ്പ് ഉപയോഗിച്ച് വലിച്ചൂരി മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ചു. ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് നടന്ന ഡോക്ടർ അകത്തേക്കു കയറുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ കാട്ടാനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. ആ കാഴ്ച കണ്ട് അജ്ഞാതാവിന്റെ ശരീരം വിറക്കൊണ്ടു. അദ്ദേഹം കണ്ണുനീരോടെ ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനകൾ ഒരിക്കൽ കൂടി ചിഹ്നം വിളി മുഴക്കി. വന്യമൃഗമാണെങ്കിലും അവ ഡോക്ടറുടെ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞു. ഡോക്ടറോടുള്ള നന്ദിയും സ്നേഹവും ആദരവുമാണ് അവ ചിഹ്നം വിളിയിലൂടെ പ്രകടിപ്പിച്ചത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും വൈകാരികവും ഹൃദയസ്പർശിയുമായ ആവിഷ്കാരമാണ് ഈ നോവൽ ഭാഗത്ത് കാണുന്നത്. പാഠത്തിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കി. പഠന പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത്, നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത് കണ്ടെത്തി എഴുതുക. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ലു തറച്ചുകയറി ഗുരുതരാവസ്ഥയിലായ കുട്ടിയാന തന്റെ അമ്മയെ ചികിത്സിച്ചു ഭേദമാക്കിയ ഡോക്ടറെ തേടിയെത്തുന്നതും ഡോക്ടർ കെ ആ ആനക്കുട്ടിയെ തിരിച്ചറിയുന്നതും സ്നേഹത്തോടും കരുതലോടെയും പരിചരിക്കുന്നതും നോവൽ ഭാഗത്ത് കാണാനാവും. ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ നോവൽ ഭാഗത്ത് കണ്ടെത്താൻ കഴിയും. ചില സന്ദർഭങ്ങൾ നോക്കൂ. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വന്യമൃഗമാണെങ്കിലും അത് ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹത്തെ കണ്ട് പരിഭ്രമിക്കുകയോ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ചെല്ലുകയോ ഇല്ല. പിന്നീട് എന്താണ്, ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ പരിചിതനെ എന്നതുപോലെ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊടുന്നതും അദ്ദേഹം അതിനെ ആശ്വസിപ്പിക്കുന്നതിനായി അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ ആനക്കുട്ടി തൻ്റെ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ഇടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആനക്കുട്ടിക്ക് ഡോക്ടറിലുള്ള വിശ്വാസം ഈ 2 സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സന്ദർഭം, അദ്ദേഹം ആ ആനക്കുട്ടിയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. ഡോക്ടറുടെ ആത്മാർത്ഥത, മൃഗസ്നേഹം, സഹാനുഭൂതി എന്നിവയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കണ്ടെത്താനാകും. മറ്റൊരു സന്ദർഭം, മുഖം കണ്ടാൽ അറിയില്ലേ, 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ വെച്ച് ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച ആളായി കഴിഞ്ഞിരിക്കുന്നു. ആനകളോടുള്ള ഡോക്ടറുടെ സ്നേഹം, പ്രത്യേകിച്ച് ആനക്കുട്ടിയോട് തോന്നുന്ന പിതൃതുല്യമായ വാത്സല്യവും സ്നേഹവും സഹാനുഭൂതിയുമൊക്കെ ഈ സന്ദർഭത്തിൽ തെളിഞ്ഞു കാണാം. ഞങ്ങൾ ഉള്ളിലേക്കു കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എൻ്റെ ദേഹം വിറച്ചു. തുടർന്ന് വരുന്ന ഭാഗം നമുക്കറിയാം.
ആനകൾ പിന്നെയും ചിഹ്നം വിളി മുഴക്കി. ആനക്കുട്ടിയെ സഹായിക്കുകയും പരിചരിക്കുകയും ചെയ്ത ഡോക്ടറോടുള്ള ആനകളുടെ നന്ദിയും സ്നേഹവും ആദരവും ഇവിടെ പ്രകടമാകുന്നു. ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഇവയൊക്കെ. ഡോക്ടർ വളരെ ആത്മാർത്ഥതയോടെയും വൈകാരികമായുമാണ് ആനകളുമായി ഇടപെടുക. ഒരു മനുഷ്യക്കുട്ടിയെ ഒരു ഡോക്ടർ എങ്ങനെ പരിചരിക്കുമോ അതുപോലെയാണ് ഡോക്ടർ കെ ആനക്കുട്ടിയെ പരിചരിച്ചത്. ഡോക്ടറുടെ ആത്മാർത്ഥതയും വാത്സല്യവും സ്നേഹവും കരുതലും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുന്നുണ്ട്. വന്യമൃഗമാണെങ്കിലും അവയും ഡോക്ടറെ ഓർമ്മിക്കുകയും തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച ഡോക്ടറോടുള്ള നന്ദിയും സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന സന്ദർഭം വൈകാരികമായ അടുപ്പത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. പാഠഭാഗത്തെ രണ്ടാമത്തെ പഠന പ്രവർത്തനം. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു. ഇതാണ് ആദ്യ വാക്യം. പാഠഭാഗത്ത് രണ്ടാമത്തെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ആദ്യ വാക്യം ഇതാണ്. വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് അടിച്ചു കയറിയ തണുത്ത കാറ്റിൻ്റെ തീവ്രതയും അത് ആഖ്യാതാവിന് നൽകുന്ന അനുഭൂതിയുമാണ് ആദ്യ വാക്യത്തിലുള്ളത്. രണ്ടാമത്തെ വാക്യം നമ്മൾ കണ്ടതാണ്. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. ഇരുട്ടിനെ എല്ലാം മറയ്ക്കുന്ന തിരശീലയായും ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ തിരശീലയിലെ സുഷിരങ്ങളായും കൽപ്പിച്ചിരിക്കുന്നു. മറ്റൊരു സന്ദർഭം പാഠഭാഗത്തു നിന്ന്. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. വേദനയാൽ കാലുകൾ നിലത്തു കുത്താനാവാതെ ഉലയുന്ന ആനക്കുട്ടിയുടെ ശരീരത്തെ തിരകളിൽ ഉലഞ്ഞാടുന്ന തോണിയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സവിശേഷ പ്രയോഗങ്ങൾ ഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നു. മറ്റു ചില സന്ദർഭങ്ങൾ. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതേ, ദേവദുന്ദുഭികൾ മുഴങ്ങി. മറ്റൊരു സന്ദർഭം അതിൻ്റെ തുടർച്ചയാണ്. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. കാട്ടാനകൾ ചിഹ്നം വിളിച്ചതിനെ ദേവദുന്ദുഭികളുടെ മുഴക്കമായും ഇടിമുഴക്കത്തെ പെരുമ്പറകളുടെ ഗർജനമായും ആകാശത്തു നിറഞ്ഞ കാർമേഘങ്ങളെ ആനമുഖമുള്ള കറുത്ത ദേവഗണത്തോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ സാദൃശ്യ കൽപ്പനകൾ ഭാഷയെ കൂടുതൽ കാവ്യാത്മകമാക്കുകയും സന്ദർഭത്തിന് ദൈവികമായൊരു പരിവേഷം കൂടി പകരുകയും ചെയ്യുന്നു. തരുപക്ഷി മൃഗങ്ങളോടുമി നരരോടും സുരരോടുമെന്നുമേ ഒരു മട്ടിലിവരുള്ളിലേന്തുമാ സരള സ്നേഹരസം നിനപ്പൂ ഞാൻ. ചിന്താവിഷ്ടയായ സീത, എൻ കുമാരനാശാൻ. ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. തരുപക്ഷി മൃഗങ്ങളോടുമി നരരോടും സുരരോടുമെന്നുമേ. തരു പക്ഷി മൃഗം, വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, നരർ മനുഷ്യർ, സുരർ ദേവന്മാർ, ഇവരോടെല്ലാം പ്രകൃതി സമഭാവന പുലർത്തുന്നു എന്നാണ് ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ അവതരിപ്പിക്കുക. ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് പ്രകൃതിയെ, ജീവജാലങ്ങളെ, പ്രത്യേകിച്ച് എന്താണ് കാട്ടാനകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് ഡോക്ടർ കെ. കഥാപാത്ര നിരൂപണം. ഡോക്ടർ കെ മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതി സമഭാവനയോടെ കാണുന്നതായി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ തുടങ്ങിയ എല്ലാവരെയും പ്രകൃതി തുല്യമായി പരിഗണിക്കുന്നു. എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് പ്രകൃതി. അതിനാൽ തന്നെ മറ്റു ജീവജാലങ്ങളെ പോലെ മനുഷ്യരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. കുമാരനാശാൻ ചിന്താവിഷ്ടയായി സീതയിൽ അവതരിപ്പിക്കുന്ന സമഭാവന ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഡോക്ടർ കെ എന്ന കഥാപാത്രത്തിൽ നമുക്ക് കാണാം.
കാടിനെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് കാട്ടാനകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. വളരെ ആത്മാർത്ഥമായാണ് അദ്ദേഹം മൃഗങ്ങളെ പരിചരിച്ചിരുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അദ്ദേഹം ജോലി ചെയ്യുന്നു. മുറിവേറ്റ ആനയ്ക്ക് ഡോക്ടർ സുഹൃത്തും രക്ഷകനുമാകുന്നു. ഡോക്ടറെ അവ വിശ്വസിക്കുന്നു, രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ കുട്ടിയാന തുമ്പിക്കൈ നീട്ടി ഡോക്ടറെ തൊടുന്നുണ്ട്. ഡോക്ടർ കുട്ടിയാനയുടെ തലയിൽ സ്നേഹത്തോടെ സ്പർശിച്ച് സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എന്ന പോലെ കരുതലോടും സ്നേഹത്തോടെയുമാണ് ഡോക്ടർ മുറിവേറ്റ ആനക്കുട്ടിയെ പരിചരിച്ചത്. വന്യമൃഗങ്ങളാണെങ്കിലും അവ ഡോക്ടറോട് നന്ദിയും സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതും നോവലിൽ കാണാനാവും. ഇങ്ങനെ പ്രകൃതി മനുഷ്യ ബന്ധത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകയാണ് ഡോക്ടർ കെ എന്ന ഡോക്ടർ കൃഷ്ണമൂർത്തി എന്നു കാണാം. അടുത്ത പഠന പ്രവർത്തനം നോക്കൂ. വിനോദസഞ്ചാരികളിൽ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈര ജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു. ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നതുമായി നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. അവ വിശകലനം ചെയ്ത് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാം. അത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നമ്മുടെ കൗതുകവും ഉത്സാഹവും വർദ്ധിക്കും. പക്ഷേ നമ്മുടെ യാത്രകൾ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഉപദ്രവകരമായി തീരാതെ നാം ശ്രദ്ധിക്കാറുണ്ടോ? പ്രശസ്ത നോവലിസ്റ്റ് ജയമോഹന്റെ ആന ഡോക്ടർ എന്ന ചെറുനോവലിൽ വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ലു തറച്ചുകയറി വിഷമത്തിലായ പിടിയാനയെയും ആനക്കുട്ടിയെയും നമുക്ക് കാണാം. പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളും വനമേഖലകൾ കയ്യേറുന്നതും അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പിച്ചില്ലുകളും വലിച്ചെറിയുന്നതും ഇന്ന് സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. അത് പ്രകൃതിക്കും മനുഷ്യനും വന്യമൃഗങ്ങൾക്കുമൊക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ പക്ഷേ പലപ്പോഴും നാം ഗൗരവമായി പരിഗണിക്കാറില്ല. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യന്റെ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ കാടുകയറുന്ന മനുഷ്യർ വന്യമൃഗങ്ങൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നാം ഗൗരവത്തോടെ കാണാറുണ്ടോ? ആവശ്യമായ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ അവ പലപ്പോഴും കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു. മനുഷ്യർ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് തിന്ന് ഗുരുതരാവസ്ഥയിലാകുന്ന മൃഗങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും പലപ്പോഴും നാം കേൾക്കാറുണ്ട്. കാലം തെറ്റി പെയ്യുന്ന മഴയും പ്രളയവും കൊടും ചൂടും വരൾച്ചയും ഒക്കെ ഇന്ന് കേരളീയരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുന്നിടിച്ചും മണ്ണിടിച്ചും വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയും വനം കയ്യേറിയും തോടുകളും നദീതീരങ്ങളും എല്ലാം കയ്യേറിയും നാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രകൃതിയെ മാനിക്കാതെയുള്ള മനുഷ്യന്റെ ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ ഇന്ന് തിരിച്ചടിയായി തീർന്നിരിക്കുന്നു. പെട്ടിമുടിയും പുത്തുമലയും കവളപ്പാറയും ഒക്കെ ഏൽപ്പിച്ച ആഘാതം മലയാളി ഒരിക്കലും മറക്കാനിടയില്ല. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുൻ ഒരു തീരാനോവായി നമ്മുടെ ഹൃദയത്തെ നീട്ടുന്നുണ്ട്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഇടപെടലുകൾ പ്രകൃതിക്കും അതിലെ ജീവജാലങ്ങൾക്കും അവയുടെ സ്വാഭാവിക ജീവിതത്തിനും തടസ്സമാകാതെ ശ്രദ്ധിക്കാം. പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് പ്രകൃതിയെയും ജീവജാലങ്ങളെയും കരുതലോടെ കാക്കാം. പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷകരമായി തീരുന്നതൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുക്കാം. നന്ദി, നമസ്കാരം. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ച ശേഷം പമ്പു പിടിപ്പിച്ച് മരുന്നു കടത്തി. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. പാഠഭാഗത്ത് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വാക്യങ്ങളും വൈവിധ്യമാർന്ന വാക്യരചനാ രീതികളും കാണാമല്ലോ. ഈ രീതിയിൽ വ്യത്യസ്തതയുള്ള വാക്യരചനാ രീതി സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകാം? ചർച്ച ചെയ്യുക. മുകളിൽ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായും വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതി നോക്കൂ. വാക്യരചന പല വിധത്തിൽ സാധ്യമാണ്. ലഘുവാക്യങ്ങളും സങ്കീർണവാക്യങ്ങളും രചനകളിൽ കടന്നു വരാറുണ്ട്. ഒരു സങ്കീർണവാക്യവും 2 ലഘുവാക്യങ്ങളുമാണ് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. സങ്കീർണവാക്യം: ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്നു കടത്തി. സങ്കീർണവാക്യത്തെ ലഘുവാക്യങ്ങളാക്കാം. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ചു.
രണ്ടാമത്തെ വാക്യം, അതിനുശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്നു കടത്തി. ആദ്യം നൽകിയ സങ്കീർണ വാക്യത്തെ 2 ലഘുവാക്യങ്ങളാക്കി മാറ്റി. സങ്കീർണ വാക്യത്തെ 2 ലഘുവാക്യങ്ങളാക്കിയപ്പോൾ ആശയസംവേദനം കൂടുതൽ എളുപ്പമായി തീർന്നു. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ലഘുവാക്യങ്ങളെ സങ്കീർണ വാക്യമാക്കി മാറ്റാം. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. ഇവ 2 ലഘുവാക്യങ്ങളാണ്, ചെറിയ വാക്യങ്ങളാണ് തന്നിരിക്കുക. അവയെ കൂട്ടിച്ചേർത്ത് ഒരു സങ്കീർണ വാക്യമാക്കി മാറ്റുകയാണ്. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടുകയും തുമ്പിക്കൈ അസ്വസ്ഥമായി പുളയുകയും ചെയ്തു. ലഘുവാക്യങ്ങൾ അഥവാ ചെറിയ വാക്യങ്ങൾ ചേർത്ത് വലിയ വാക്യങ്ങൾ അഥവാ സങ്കീർണ വാക്യങ്ങളാക്കുമ്പോൾ ധാരമുറിയാതെ ആശയപ്രകാശനത്തിനും ഭാഷാപ്രയോഗത്തിനും അവസരം ലഭിക്കുന്നു. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നോക്കൂ. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ നീട്ടി ചിഹ്നം വിളിച്ചു. ഈ സങ്കീർണ വാക്യത്തെ 2 ലഘുവാക്യങ്ങളാക്കി മാറ്റാൻ പറ്റും. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. മറ്റൊരു ഉദാഹരണം പാഠഭാഗത്തു നിന്ന്. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈ സങ്കീർണ വാക്യത്തെ 2 ലഘുവാക്യങ്ങളാക്കി മാറ്റാം. ആനക്കുട്ടി പതുക്കെ അമറി തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദേവദുന്ദുഭികൾ മുഴങ്ങി, മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. 2 ലഘുവാക്യങ്ങളാണ്, അവയെ സങ്കീർണ വാക്യമാക്കി മാറ്റാം. ദേവദുന്ദുഭികൾ മുഴങ്ങുകയും മാനത്തെ പെരുമ്പറകൾ ഗർജിക്കുകയും ചെയ്തു. മറ്റൊരു ഉദാഹരണം, പഞ്ഞിയിൽ മരുന്ന് വച്ച് പുണ്ണിൽ തിരുകി കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരുകി കയറ്റിയപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി. മറ്റൊരു വാക്യം, കാലുതെറ്റി വീഴാൻ പോയി, ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. കാലുതെറ്റി വീഴാൻ പോയപ്പോൾ ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. ഇപ്പോൾ ലഘുവാക്യങ്ങളെ സങ്കീർണ വാക്യമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. സങ്കീർണ വാക്യത്തെ ലഘുവാക്യങ്ങളാക്കി മാറ്റുവാനും സാധിക്കും. പാഠഭാഗത്തു നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.